Even today. You went to Pennsylvania and campaigned for the opposition in October. Offer some words of appreciation. അടുത്ത കാലത്തൊന്നും കാണാത്ത നയതന്ത്ര ഏറ്റുമുട്ടലിനാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് സാക്ഷ്യം വഹിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് ഓവൽ ഓഫീസിൽ വെച്ച് ചൂടേറിയ വാഗ്വേദം നടന്നത്. ഈ സമയമെല്ലാം US-ലെ യുക്രൈൻ അംബാസഡർ ഒക്സാന മാക്രോവയും സമീപത്തുണ്ടായിരുന്നു. ഇരു നേതാക്കളുടെയും വാക്ക് തർക്കത്തിനിടെയുള്ള ഒക്സാനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ട്രംപ് സെലൻസ്കിയെ വിമർശിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിരാശയോടെ ഇരിക്കുകയാണ് ഒക്സാന. പൂർവ്വ ധാതു കരാറിൽ ഒപ്പുവയ്ക്കുവാൻ US-ലെത്തിയപ്പോഴാണ് യുക്രൈൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച വാക്ക് തർക്കത്തിൽ കലാശിച്ചതിനെ തുടർന്ന് കരാറിൽ ഒപ്പുവയ്ക്കാതെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്നും മടങ്ങി. യുക്രൈൻ അത്യപൂർവ്വ ധാതു സമ്പത്തിൽ ഒരു പങ്കിന്റെ അവകാശം US-ന് നൽകുന്നതിനുള്ള കരാറായിരുന്നു ഒപ്പിടേണ്ടിയിരുന്നത്. റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പിന്തുണയും യുദ്ധാനന്തരമുള്ള സുരക്ഷ ഉറപ്പും നൽകണമെന്ന സെലൻസ്കിയുടെ അഭ്യർത്ഥനയാണ് ട്രംപിനെ പ്രകോപിച്ചത്. സമാധാന കരാർ ഉണ്ടാക്കാൻ സന്നദ്ധമായാൽ മടങ്ങി വരൂ എന്നായിരുന്നു സെലൻസ്കിയോടുള്ള ട്രംപിന്റെ പ്രതികരണം. പിന്നാലെ ഇരു നേതാക്കളും ചേർന്ന് നടത്താനിരുന്ന പത്രസമ്മേളനം റദ്ദാക്കിയതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇതോടെ സൗദിയിൽ വെച്ച് US-ഉം റഷ്യയും ചേർന്ന് പ്രഖ്യാപിച്ച യുക്രൈൻ സമാധാന ശ്രമങ്ങളുടെ ഭാവി തുലാസിലായി. സെലൻസ്കി US-നോട് കാണിക്കുന്നത് നന്ദികേടാണെന്ന് കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് പറഞ്ഞു. സെലൻസ്കിയെ നന്ദി പറയാൻ നിർബന്ധിക്കുകയും ചെയ്തു. You're buried there, your people are dying, you're running low on soldiers. Don't listen. 35,000 കോടി ഡോളറിന്റെ സഹായം US നിങ്ങൾക്ക് നൽകി. നിങ്ങൾക്ക് സൈനിക ഉപകരണങ്ങൾ പോലുമില്ലായിരുന്നു. US പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ യുദ്ധത്തിൽ എന്നെ അടിപതറിയാനെയെന്നും ട്രംപ് സൂചിപ്പിച്ചു. നിങ്ങളുടെ രാജ്യം വലിയ അപകടത്തിലാണെന്നും ജയിക്കാൻ കഴിയില്ലെന്നും മുന്നറിയിപ്പും നൽകി. നിങ്ങൾ ഒരിക്കലെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് അമേരിക്കൻ മാധ്യമങ്ങളുടെ മുന്നിൽ നന്ദി പറയണമെന്നും അവകാശപ്പെടുകയുണ്ടായി. യുക്രൈൻകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ താങ്കൾ എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് വാൻസിയോട് സെലൻസ്കി തിരിച്ചു ചോദിച്ചു. പ്രകൃതി വിഭവ കരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത്. യുക്രൈനുള്ള സുരക്ഷാ ഉറപ്പ് വാഗ്ദാനം ചെയ്യാത്തതാണ് കരാർ. റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിന് നൽകിയ സഹായത്തിന് പ്രതിഫലമായാണ് യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങളിലെ വരുമാനത്തിന്റെ പങ്ക് US ആവശ്യപ്പെടുന്നത്. പുതിന്റെ റഷ്യ അധിനിവേശം നടത്തി യുക്രൈന്റെ വലിയൊരു ഭാഗം അധീനതയിലാക്കി. 2014 മുതൽ ക്രിമിയയിൽ അടക്കം കയ്യേറ്റം നടത്തിയ കാലത്തൊന്നും പുതിന US പ്രസിഡന്റുമാർ ആരും തടഞ്ഞില്ല എന്ന് സെലൻസ്കി തിരിച്ചടിച്ചു. ജനങ്ങൾ മരിച്ചു വീഴുകയാണ്. 2019 പുതിനുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതാണ്. എന്നാൽ അതിനുശേഷവും കരാർ പുതിൻ ലംഘിച്ചു. തടവുകാരെ പരസ്പരം കൈമാറാനുള്ള കരാറിൽ ഒപ്പിട്ടിട്ടും പുതിൻ അതിന് തയ്യാറായില്ല. പിന്നെ എന്ത് നയതന്ത്രമാണ് നിങ്ങൾ പറയുന്നതെന്ന് വാൻസിനോട് സെലനോസ്കി ചോദിച്ചു. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ സുരക്ഷിതാവസ്ഥയിലല്ല ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞ ട്രംപ് മൂന്നാം ലോക മഹായുദ്ധത്തെ ക്ഷണിച്ചു വരുത്തുകയാണെന്നും പറഞ്ഞു. അമേരിക്കയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി.